ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡും കഴിഞ്ഞു. ഈ ആഴ്ച പ്രധാനമായിട്ടും പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരാണ് എവിക്റ്റ് ആവുക എന്നുള്ളത്. രണ്ടാമത്തത്, ഷാനവാസ് നെവിൻ ഇഷ്യൂ ലാലേട്ടൻ സംസാരിക്കുമോ എന്നുള്ളത്. എവിക്ഷന്റെ കാര്യത്തിൽ റെനയാണ് എവിക്റ്റ് ആയത്. ഷാനവാസ് നെവിൻ ഇഷ്യൂ ബിഗ് ബോസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? വീക്കെൻഡുകളിൽ വഴക്ക് പറയാൻ വരുന്ന ലാലേട്ടനും മൈക്ക് ശരിയായി ധരിക്കാനും ബാറ്ററി മാറ്റാനും ഒക്കെ പറയുന്ന ബിഗ് ബോസ് എന്ന ശബ്ദവും ക്യാമറകൾ നോക്കാനും എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ടെക്നീഷ്യൻസ് മാത്രമാണ് ബിഗ് ബോസ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. എല്ലാ കണ്ടസ്റ്റൻസ് സസൂക്ഷ്മം മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ വിലയിരുത്തിക്കൊണ്ട് ഒരു ശക്തമായ ബാക്ക് എൻഡ് സപ്പോർട്ട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷാനവാസിന്റെയും നെവിന്റെയൊക്കെ മാനസിക നില വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഇഷ്യൂ ബിഗ് ബോസ് ടീം കൈകാര്യം ചെയ്തത്. ഷാനവാസ് നെവിൻ ഇഷ്യൂവിൽ ലാലേട്ടൻ നൽകിയ ഒരു ടാസ്കിലൂടെ അവർക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം നൽകി. വലിയൊരു പ്രഷറിൽ നിന്ന് ഷാനവാസിനും നെവിനും ഒക്കെ ഈ ഒരു അവസരം അവർക്ക് ആ ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി. കൂടാതെ ഈ ഒരു കാര്യം മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് കൂടുതൽ മോശമാവും എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം ഉപയോഗിച്ച് ചെയ്തുപോയ കാര്യത്തിൽ റിഗ്രറ്റ് ഉണ്ടെന്നും ദേഷ്യത്തിന്റെ പുറത്തും ഗെയിമിന് വേണ്ടിയൊക്കെ അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചാൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതോടുകൂടി അകത്തുള്ള കണ്ടസ്റ്റൻസിന് കുറച്ച് ആശ്വാസം ലഭിച്ചു. പക്ഷെ പുറത്തുള്ള ഫാൻസിനും കൂട്ടർക്കും ഒക്കെ പ്രഷർ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഈ ഒരു ടാസ്കിൽ ഷാനവാസ് സംസാരിച്ചതിൽ നിന്നും പിന്നീട് ആദിലയും നൂറയുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്നും ഷാനവാസ് ആ ഒരു കാര്യം ഉപയോഗിച്ചത് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് മനസ്സിലായി. നാളെ ഇത് മാറ്റി പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് ഷാനവാസ്, ദി മാനിപ്പുലേറ്റർ. എപ്പിസോഡിന്റെ അവസാനം നൂറയോട് ഷാനവാസ് പറയുന്നത് ആദില അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോയതുകൊണ്ട് ഷാനവാസിന് അതിന്റെ കൂടത്തിൽ നിൽക്കേണ്ടി വന്നു എന്ന രീതിയിലാണ്. ആദിലയ്ക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയത് സ്വപ്നം കണ്ടിട്ടൊന്നും അല്ലല്ലോ, ഷാനവാസിന്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ ഇപ്പൊ ഷാനവാസ് ആദിലയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന രീതിയിലാക്കി കാര്യങ്ങൾ. അതായത് ആദില പറഞ്ഞതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പെങ്ങളൂട്ടിമാരുടെ ആങ്ങളെയായിട്ട് ഷാനവാസ് മാറി. നെവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക് എടുത്ത് ലാലേട്ടൻ സംസാരിക്കാതിരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഷാനവാസ് പറഞ്ഞ പോലെ ഇതൊരു ചീഞ്ഞ നാറിയ കേസൊക്കെയാണ്. ഇതൊരു പക്ഷെ സംസാരിച്ചിരുന്നെങ്കിൽ ഷാനവാസ് ഒരു പക്ഷെ വേറൊരു രീതിയിലായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെന്നെത്തിയാണ്. നെവിന് വലിയ ഡാമേജ് ഉണ്ടാവുന്ന രീതിയിൽ ഷാനവാസിന്റെ ഫാൻസ് ഈ ഒരു കാര്യം എടുത്ത് കത്തിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നിലവിൽ എക്സ്പോസ് ആവാനുള്ളതായിട്ടുമുണ്ട്, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ബാക്കി വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്